കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. Hello and welcome. We are thrilled to have you here. Let us celebrate every moment together. Happy Eid Mubarak. We are presenting this radio prayer for you, 6A students, and with our hardly class teacher and Miss. I am Andrea Shorin signing with you. കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. പുസ്തക പരിചയവുമായി എത്തുന്നു ആൻസി ടീച്ചർ. കാതോർക്കാം ടീച്ചറുടെ വാക്കുകളായി. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി കണക്കാക്കപ്പെടുന്നു ഒ ചന്തുമേനോൻ 1889 രചിച്ച കൃതിയായ ഇന്ദുലേഖ. 18-ാം നൂറ്റാണ്ടിലെ കേരളീയ പശ്ചാത്തലത്തിൽ നായർ സമുദായത്തിലെ മരുമക്കത്തായ സമ്പ്രദായവും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും ഇന്ദുലേഖ മാധവൻ പ്രണയത്തിലൂടെ ജാതിവ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാട്ടവുമാണ് ഈ നോവലിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത്. മാധവനും ഇന്ദുലേഖയും തമ്മിലുള്ള പ്രണയവും സൂര്യ നമ്പൂതിരിപ്പാടിൻ്റെ ഇടപെടലിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒടുവിൽ നായികയുടെ നിശ്ചയദാർഢ്യത്തിലൂടെ വിജയം കൈവരിക്കുന്നതുമാണ് കഥയിലെ പ്രത്യേകതകൾ. സ്ത്രീ വിദ്യാഭ്യാസത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകുന്നു. നമ്പൂതിരിമാരുടെ ബഹുഭാരിത്വത്തെയും ജാതി വ്യവസ്ഥയെയും വിമർശിക്കുന്നു. സാമൂഹികമായ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് റിയലിസ്റ്റിക് രീതിയിലാണ് നോവൽ എഴുതപ്പെട്ടിരിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ നാഴികക്കല്ലായ ഈ നോവൽ സാമൂഹിക ബോധവൽക്കരണത്തിന് വലിയ സംഭാവന നൽകിയ കൃതിയാണ്. രചയിതാവ് ഒ ചന്തുമേനോൻ. പ്രസിദ്ധീകരിച്ച വർഷം 1889. പ്രധാന കഥാപാത്രങ്ങൾ ഇന്ദുലേഖ, മാധവൻ, സൂര്യ നമ്പൂതിരിപ്പാട്. സംഗീതം മനസ്സിന് കുളിർമ നൽകുന്നു. ഒരു മനോഹരമായ ഗാനവുമായി എത്തുന്നു മിന്നു ടീച്ചർ. സ്വരകന്യകമാൻ വീണമീട്ടുകയായി, കുളിരോലങ്ങൾ പകർന്നാടുകയായി, തങ്കരഥമേറി വന്നു പൂന്തിങ്കൾ പിൻമണിയായി, സുഹൃതവനിലാരോ പാടും ആശംസാമംഗളമായി. സ്വരകന്യകമാൻ വീണമീട്ടുകയായി, കുളിരോലങ്ങൾ പകർന്നാടുകയായി, തങ്കരഥമേറി വന്നു പൂന്തിങ്കൾ പിൻമണിയായി, സുഹൃതവനിലാരും പാടും ആശംസാമംഗളമായി. സ്വരകന്യകമാർ വീണമീട്ടുകയായി, കുളിരോലങ്ങൾ പകർന്നാടുകയായി. ഇങ്ങോ കിനാക്കടലിന്നോ മക്കരെ അറിയാമറയിൽ പുല്ലാങ്കുഴലൂതുവതാരോ. ഇങ്ങോ കിനാക്കടലിന്നോ മക്കരെ അറിയാമറയിൽ പുല്ലാങ്കുഴലൂതുവതാരോ. എൻ്റെ ഉള്ളിലാ സ്വരങ്ങൾ ശ്രുതി ചേരുമ്പോൾ മപനി സഗാരി നീധസാ
എൻ്റെ ഉള്ളിൽ ആ സ്വരങ്ങൾ ശ്രുതി ചേരുമ്പോൾ മെല്ലെ മൃദു പല്ലവി പോലെ അതൻ ഹൃദയഗീതമാകവേ ഓർമ്മകളിൽ വീണുലഞ്ഞ വിരഹഗാനമാകവേ സാന്ത്വനമായി വന്നൊരീ സൗവർണവേളയിൽ സ്വരകന്യകമാർ വീണമീട്ടുകയായി കുളിരോലങ്ങൾ പകർന്നാടുകയായി. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഒരു മനോഹര ഗാനവുമായി എത്തുന്നു ലിയോൺ. ലീലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലീലം തോണി ആലോലം തോണി ഏലീലം ആലോലം പൊന്നിൻ തോണി ഏലീലം ആലോലം പൊന്നിൻ തോണി ഏലീലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലീലം തോണി ആലോലം തോണി ഏലീലം ആലോലം പൊന്നിൻ തോണി തോണിപ്പടിയെല്ലാം മാണിക്യം തോണിക്ക് മുത്തിൻ്റെ പങ്കായം തോണിപ്പടിയെല്ലാം മാണിക്യം തോണിക്ക് മുത്തിൻ്റെ പങ്കായം അനിയത്തിരുന്ന് തുഴയണതോ അണിയമ്പു പോലൊരു പെണ്ണാണ് അണിയത്തിരുന്ന് തുഴയണതോ അണിയമ്പു പോലൊരു പെണ്ണാണ് ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലീലം തോണി ആലോലം തോണി ഏലീലം ആലോലം പൊന്നിൻ തോണി ഏലീലം ആലോലം പൊന്നിൻ തോണി കടലിലും വാഴണ റാണിയാണേ കര കാണാൻ മോഹിച്ച് വന്നതാണേ കടലിലും വാഴണ റാണിയാണേ കര കാണാൻ മോഹിച്ച് വന്നതാണേ കര കണ്ടു പിരിയുന്ന തിരകൾ കണ്ടു കരയുന്ന കടൽ കണ്ടു കരളു നൊന്തു കര കണ്ടു പിരിയുന്ന തിരകൾ കണ്ടു കരയുന്ന കടൽ കണ്ടു കരളു നൊന്തു ഏലീലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലീലം തോണി ആലോലം തോണി ഏലീലം ആലോലം പൊന്നിൻ തോണി ഏലീലം ആലോലം പൊന്നിൻ തോണി. രുചികരമായ ഭക്ഷണം ഇഷ്ടമുള്ളവരാണല്ലോ നമ്മളെല്ലാവരും. സ്വാദിഷ്ടമായ ഒരു പാചകക്കുറിപ്പുമായി എത്തുന്നു ജുവൽ മരിയ. ഹായ് കൂട്ടുകാരെ, കുട്ടികൾക്ക് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉള്ള ഒരു സ്നാക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും എപ്പോൾ വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഇത്. ഇതിൻ്റെ പേരാണ് ചീസി എഗ് റോൾ. എന്നാൽ നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരാൾക്ക് വേണ്ടിയുള്ള ചീസി എഗ് റോളാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത് മുട്ട നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള പെപ്പറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. കൂടാതെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് മുട്ട നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക.
ബീറ്റ് ചെയ്ത മുട്ട നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കുക. ബട്ടർ ഇതേപോലെ നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ചീസി എഗ് റോളിൽ ഒന്ന് ന്യൂട്രീഷ്യസ് ആക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനായി ക്യാരറ്റാണ് ഞാൻ ആദ്യം എടുക്കുന്നത് കേട്ടോ. ഞാൻ എടുക്കുന്ന വെജിറ്റബിൾസ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. കൂടാതെ ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും വെക്കുന്നുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാവുന്നതാണ്. നല്ല രസമായിരിക്കും കാണാനായിട്ട്. അവസാനമായിട്ട് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള സവാളയാണ് ആഡ് ചെയ്യുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ച ചിക്കൻ, ബ്രോക്കലി എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം, മഷ്റൂം എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത്രയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചീസ് നിരത്തണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചെഡർ ചീസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മുട്ടയുടെ മേലെ ചപ്പാത്തി ആഡ് ചെയ്യാം. ഞാനിവിടെ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊറോട്ടയോ കുബൂസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. മുട്ടയും എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് വരണ്ടേ, അതിനായി നമുക്ക് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടുക 1 മിനിറ്റ് കഴിയുമ്പോൾ. അപ്പം ഈ ചപ്പാത്തിയുടെ സൈഡാണ് നമ്മളിനി വേവിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് മറിക്കുമ്പോൾ കിട്ടുക മുട്ടയുടെ സൈഡാണ്. അപ്പോൾ അവിടെ നമുക്ക് ചീസ് ആഡ് ചെയ്യാം കേട്ടോ. എന്നാലേ 2 സ്ഥലത്തും നല്ല ചീസി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ സൈഡും ഇതേപോലെ വേവിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. കുക്കിംഗ് പഠിക്കുന്നവർ ഇതേപോലെ പാനിൽ നിന്ന് തന്നെ നമ്മൾ ചുരുട്ടിയെടുക്കുമ്പോൾ കൈ പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചീസി എഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നടുവിൽ തന്നെ കട്ട് ചെയ്തിട്ട് ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായോ? എന്നാ ബായ്, ട്രൈ ചെയ്യാൻ മറക്കല്ലേ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കൂട്ടുകാരെ, ഇനി ഒരു കഥ കേട്ടാലോ? ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിങ്ങുമായി ഇതാ ഹരിനന്ദ്. I am Harinand CA. I am telling a story, The Magical Pebble. One day a man found a piece of paper on the road. As he walked closer, he noticed that the paper was weighed down by a pebble. That's funny, thought the man to himself. It looks like somebody has kept the paper here on purpose. The man bent down and picked up the pebble and the paper. In his eagerness to read what was written on the paper, he lifted his hand and flung the pebble away. Close by, outside a little shop, sat a poor child and his father. The pebble that the man threw away so carelessly hit the child on his arm. The child started crying with pain, but the man was so eager to read the paper that he did not bother to feel sorry for his mistake. On the paper was written, "On the road leading to the sea is a fine round pebble. Anyone who picks up with the pebble will find that it has turned it to gold." The man stood amazed. "I am standing on the very road that leads to the sea," he cried to himself. "If only I find that round pebble, I shall become a rich man." The man looked down and saw that there were many pebbles on the road. "I should find only fine round pebbles," said the man to himself. He walked up and down the road
his back bent as he searched desperately for the magical pebble. He picked up as many refined round pebbles as he could see, but none of them turned into gold. By the end of the day, the man became very sad, and his back hurt terribly too. That note must have been a joke, thought the man to himself. Wait till I catch the person who played that joke on me. Sadly, he returned home. As soon as he entered the house, his wife cried, "Come quickly. We shall go to the road that leads to the sea and search for fine round pebbles. There are magical pebbles out there that turn into gold." "Nonsense!" cried the man, and told her of what had happened. "But listen," said his wife, "I heard of poor child who had a stone thrown on him by a cruel man. When the stone touched the child, it turned into gold. The poor family has become rich now." The man realized his mistake and promised never to hurt anybody. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ. ഒരു പഴയ സിനിമ ഗാനം ആയാലോ? ഗാനവുമായി എത്തുന്നു ഡെയ്സി ആന്റണി. സന്യാസിനി പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. നിന്റെ ദുഃഖാർത്തമാം മൂകാശ്രുതാരയിൽ എൻ്റെ സ്വപ്നങ്ങളലിഞ്ഞു സൽഗതം. എൻ്റെ മോഹങ്ങൾ മരിച്ചു. നിന്റെ മനസ്സിൻ്റെ തീക്കനൽ കണ്ണിൽ വീണെൻ്റെ പൂക്കൾ കരിഞ്ഞു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. നിന്റെ ഏകാന്തമാം ഓർമ്മതൻ വീതിയിൽ എന്നെ എന്നെങ്കിലും കാണും ഒരിക്കൽ. എൻ്റെ കാൽപ്പാടുകൾ കാണും. അന്ന് എന്നാത്മാവു നിന്നോടു മന്ത്രിക്കും. നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. സന്യാസിനി പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഇംഗ്ലീഷ് പോയവുമായി എത്തുന്നു ആദിത്യൻ. The heart of the woman goes forth with the dawn as a lone bird, soft wings soar restlessly on. Afar all the lives and the talents and the values does it roam. In the walk of those he chose, the heart calls home. The heart of woman forced back with the night and enters some alien cage in its plate and tries to forget it has a dream of stars, while it breaks on the sheltering bars. മാപ്പിളപ്പാട്ടിന്റെ താളവും ഈണവും എത്ര മനോഹരമാണല്ലേ. ഇമ്പമേറും ഗാനവുമായി ലിവാൻ ഷെറിൻ.
സുഹറ ബത്തൂൽ സാക്കിയറാലിയ ഷജറുകൾ തരമാൽ സലാവിൻ്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷപ്പൊന്തൊരു ചന്ത മുന്തിന സുന്ദരി ചന്ദിന ശോഭി സുര പൊരുൾ കസുര അഹമ്മദ് പുണർന്ന് സുഗന്ധവല്ലി മികൈന്ത് പുകൈന്ത കനി പരന്തന്നെ ബിക്കിമ്പം ഫാത്തിമത്തു സുഹറ മെച്ചമുള്ള ക്ഷണം വെച്ചൊരു രോജ മിക മിക തിക തിക സഖിയല്ലി ഹോജ തരുൾ കരുൾ ബുഷ്റ നബിതൻ പൊരുൾ മകൾ സുഹറ സുഹറ ബത്തൂ സാക്കിയറാലിയ ഷജറുകൾ തരമാൽ സലാവിൻ്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷപ്പൊന്തൊരു സ്വന്തം മുന്തിര സുന്ദരി ചന്ദിന ശോഭി സുര പൊരുൾ കസുര മഹീനൊരു കരളിൻ്റെ കഷണമെന്നരുളിടെ മഹിമത്തര മത ഉലകെങ്കും വെളിപ്പേടെ തരും പോൽ മതവിധി തരും ദീനടിമുടി തിരുഗുരു അവരാൽ പുകൾ മഹിള മുത്തുസുജുതിലാണ്ടേ പിട്ടനിട്ടോർ നിന്റെ ഒട്ടക്കുടലമതുണ്ടേ ശിരമേലിട്ടേ മുത്തുസുജുതിലാണ്ടേ പിത്തനേറ്റോർ നിന്റെ മുട്ടക്കുടലുമതുണ്ടേ ശിരമേലിട്ടേ നളർത്തു നടപടി എതിർത്തു മതിമുഖി എടുത്തു വികൃതമേ കടത്തിടലായി പടച്ചട്ട പുതുമാരൻ ചമന്തിട്ട് പുറത്തു കൂടിടലായലി പുലി പൂവിങ്കിണങ്കുവതായി സുഹറ ബത്തൂ സാക്കിയറാലിയ ഷജറുകൾ തരമാൽ സലാവിൻ്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷപ്പൊന്തൊരു ചന്തം പുന്തിന സുന്ദരി ചന്ദിന ശോഭി സുര പൊരുൾ കസുര സനത്തിൻ വിളക്കായൊളിലെങ്കി തിളങ്ങിയേ സമതന്തിയരുൾപ്പടി ബാധത്തിൽ വിളങ്ങിയേ പിണക്കമിണക്കമേ വിരുതും മുറിതികൾ പരിമള സഹറായി കതിർ സുഹറ കട്ടില പാത്രമുണ്ടേ ആട്ടുതിരിക്കലുണ്ടേ ഉപ്പ കൊടുത്തത് കൊണ്ടേ പൊരുതമതേ കട്ടില പാത്രമുണ്ടേ ആട്ടുതിരിക്കലുണ്ടേ ഉപ്പ കൊടുത്തത് കൊണ്ടേ പൊരുതമതേ സുവർഗസിരകളിൽ അതിരപ്പം തികൈന്തവർ സുഹൃത കഥകൾ ഉരയുവതായി സുഹൃതരെ നബിക്കാതിലുര വിട്ട് പൊരുളാലെ അലുതലൂതിടലായി ചിരിയുമ പൊളുതു നയന്തിടലായി സുഹറ ബത്തൂ സാക്കിയറാലിയ ഷജറുകൾ തരമാൽ സലാവിൻ്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷപ്പൊന്തൊരു ചന്തം മുന്തിര സുന്ദരി ചന്ദിന ശോഭി സുര പൊരുൾ കസുര പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. വീണ്ടും കാണാം അടുത്ത ആഴ്ച. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം പൂനമ്മാവിൻ നാദം